ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ സോൾ എന്താണോ ഇവരോട് പറയുന്നത് അത് കേൾക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ രാശി നോക്കുകയാണെങ്കിൽ കർക്കിടക രാശി, മേടരാശി, ചിങ്ങരാശി, തുലാം രാശി, ഇതെല്ലാം വൃശ്ചിക രാശിയും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെയാണ് ഉള്ളത്. ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇവരെ തന്നെ ഇവർക്ക് തോറ്റുപോയി എന്നുള്ള തോന്നൽ ഇവർക്ക് വരികയാണ്. എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ, ഞാനിങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുകയാണല്ലോ, എൻ്റെ പേഴ്സണെ ഞാൻ സ്റ്റക്ക് സിറ്റുവേഷനിൽ എത്തുകയാണല്ലോ എന്നാലോചിച്ച് വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ലവ് ലൈഫിൽ ഇവർ ഭയങ്കരമായിട്ട് സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതും. ഇവിടെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള തീരുമാനം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവർക്കും ഇടയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിലെല്ലാം എന്തെങ്കിലും സംഭവിച്ച് എല്ലാം അവസാനിച്ചിട്ട് നിങ്ങൾക്ക് തമ്മിൽ ഒന്നാവണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എനിക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നൽ ഇവർക്കുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോഴും ഇവരുടെ വിഷമം. ഇവർക്ക് ഒരു ഹോപ്പുണ്ട്, അതായത് എൻ്റെ ജീവിതത്തിലെല്ലാം നല്ലതായിട്ട് സംഭവിക്കത്തുള്ളൂ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതം മാറും എന്നുള്ള ഹോപ്പുണ്ട്. ഒരു റീബർത്തിൻ്റെ ആ ഒരു എനർജിയിലാണ് ഇവരുള്ളത്. അതായത് ഇവരുടെ ജീവിതത്തിൽ ഇവർ മാറ്റം കൊണ്ടുവരും എന്നുള്ള ആ ഒരു എനർജിയിലാണ്. മാറ്റം വരും, ഇല്ലെങ്കിൽ ഇവർ തന്നെ മാറ്റം കൊണ്ടുവരും എന്നുള്ള എനർജിയിലാണ് ഇവർ. ഇവിടെ റീബർത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ റീബർത്തായി വന്നവരായിരിക്കാം. അതായത് നിങ്ങൾ പെട്ടെന്ന് സ്പിരിച്വാലിറ്റിയിൽ കൂടുതലായിട്ട് താല്പര്യം വന്നു, നിങ്ങൾ പെട്ടെന്ന് റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവീസ്, റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നത് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരുന്നുവെങ്കിൽ പെട്ടെന്നാണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി, സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയാൻ തുടങ്ങി, വേറൊരു ലോകത്തേക്ക് നിങ്ങളെത്തി. ആ ലോകത്ത് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അങ്ങനെയൊക്കെ ചില ആൾക്കാർ ഇതിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആ ഒരു ലോകത്തെത്തുമ്പോഴാണ് റീബർത്ത് എന്ന് പറയുന്നത്. അതായത് വേറൊരു ലോകത്തുനിന്ന് വേറൊരു ലോകത്തെത്തിയതുപോലെ. അതായത് നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെയല്ല നിങ്ങളിപ്പോൾ. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം. അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒരു റീബർത്ത് ഉണ്ടാവാൻ പോവുകയാണ്. അവരുടെ ആ ഒരു അസെൻഡിങ് പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ജീവിതത്തിൽ എന്താണോ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ക്രിയേഷനിൽ ഇവർ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്നുകിൽ ബാലൻസ് ആകും കാര്യങ്ങൾ, അല്ല എങ്കിൽ എല്ലാം അവസാനിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് സമാധാനപരമായിട്ട് എല്ലാം അവസാനിക്കണമെന്നാണ്. പക്ഷേ അങ്ങനെ നടന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അവസാനിക്കേണ്ട അവസ്ഥ വരുമെന്നാൽ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഞാനെന്ന് പറയുമ്പോൾ ഒരു സൈഡ് പോസിറ്റീവ് ഒരു സൈഡ് നെഗറ്റീവുമാണ്. കറുപ്പും വെള്ളയുമായിട്ടുള്ള ആ ഒരു ചിഹ്നമാണ്. ഇവിടെ ഇവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഇവർ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരെന്താണോ ഇവരോട് പറയുന്നത് അത് ഇവർ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അതിന് മുന്നേയായിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർ എന്തൊക്കെ പോസിബിലിറ്റി ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഇവർ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ഇവർ ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒറ്റയ്ക്കിരുന്നായാലും എങ്ങനെയെങ്കിലും ഇവർക്ക് സക്സസ് ലഭിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോഴും എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് നിങ്ങൾക്കിടയിൽ. ഒന്നുകിൽ ഹെൽത്ത് പ്രോബ്ലം, റിലേഷൻഷിപ്പിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു അതർ പേഴ്സൺ ഉണ്ട്, ഇല്ല എങ്കിൽ ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തോ ഒരു പ്രോബ്ലം കാരണമാണ് സ്റ്റക്ക് സിറ്റുവേഷൻ ഇവർ അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചക്രാസും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജസ് ഉണ്ടാക്കും. അതായത് ചക്രാസ് ബ്ലോക്കേജസ് ആണ് എങ്കിൽ, അതായത് സൈക്കിൾ ചക്ര ബ്ലോക്കേജ് ആണ് എങ്കിൽ ഹസ്ബൻഡ് വൈഫിലോ അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിലോ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അതായത് നിങ്ങളിരിക്കെ തന്നെ അതർ വുമണിലോ ബന്ധം വയ്ക്കും, അല്ല എങ്കിൽ ഹസ്ബൻഡ് ഇരിക്കെ തന്നെ വേറൊരാളോട് ബന്ധം വയ്ക്കും. ലവ് ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടാവുന്നത് ഈ ഒരു സൈക്കിൾ ചക്ര ബ്ലോക്കേജസ് ആണ്. ഇനി ക്രൗൺ ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
ഇലൂഷൻസ് സംഭവിക്കും, മൂഡ് സ്വിങ് വരും, മൈഗ്രെയിൻ്റെ ആ ഒരു പ്രശ്നം വരും, എപ്പോഴും തലവേദന, അങ്ങനെയൊക്കെ ഓവർ തിങ്കിങ് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ ക്രൗൺ ചക്രയുടെ ബ്ലോക്കേജസ് ആണ്. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരുന്നതും ഈ ക്രൗൺ ചക്ര ബ്ലോക്കേജസ് കാരണമാണ്. കൂടാതെ ഇനി സോളാർ പ്ലക്സസ് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, കൂടാതെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുക, അതെല്ലാം സോളാർ പ്ലക്സസ് ചക്ര ബ്ലോക്കേജസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചക്രാസാണ് ബ്ലോക്കേജസ് എന്നനുസരിച്ച് നിങ്ങൾ അത് ഹീലിംഗ് ചെയ്യുക. ഈ സോളാർ പ്ലക്സസ് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ ബന്ധം ഒരിക്കലും നിലനിൽക്കത്തില്ല. ഇപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, മാരേജ് വരെ കാര്യങ്ങൾ എത്തത്തില്ല, അതിനു മുമ്പേ അത് തകർന്നു പോകും. ഇതെല്ലാം സോളാർ പ്ലക്സസ് ചക്ര ബ്ലോക്കേജസ് ആണ് കാണിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷനും കോണ്ടാക്ട് സിറ്റുവേഷനും. നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് 2 നമ്പറാണ് വന്നിരിക്കുന്നത്. ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി വരാൻ പോവുകയാണ്. അപ്പോൾ 2 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മന്ത് യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് യൂണിയനിൽ പ്രോബ്ലം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കമ്മിറ്റ്മെൻറ്റ് ലഭിക്കും, പക്ഷേ എന്നാലും യൂണിയൻ ആവാൻ കുറച്ച് സമയമെടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ നിങ്ങളോട് സംസാരിച്ചാലും വലിയ ഒരു എക്സ്പ്രഷനോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് തോന്നും ഇത്രയും നാളിന് ശേഷമാണല്ലോ ഇവർ എന്നോട് സംസാരിക്കുന്നത്, എന്നിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെയാണല്ലോ ഇവർ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ യൂണിയൻ ആകും, പക്ഷേ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റാൻഡ് എടുക്കുന്നതിനെ കുറിച്ചോ പറയുമ്പോൾ അവർ അങ്ങും ഇങ്ങും തൊടാതെ സംസാരിക്കും, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ അത് വെച്ച് സംസാരിച്ച് പ്രശ്നം വഷളാകും, അങ്ങനെ വീണ്ടും യൂണിയൻ പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ കോണ്ടാക്റ്റ് ഉള്ളവർക്ക് കുറച്ചും കൂടെ സമയം എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്, കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുവാൻ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ദിവസം തേർഡ് പാർട്ടിയെ വിട്ട് കളയുമോ അതോ എന്നെ ചൂസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് 2 ദിവസം വരാൻ പോകുന്ന സമയം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ. ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് പോലും ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും അതേപോലെയാണ്. കാരണം കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഇതില്ല, അത് കാരണം ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കാരണം വീണ്ടും മോശമാകാൻ പോവുകയാണ് എന്നാണ്. കാരണം ഇവിടെ വെയിറ്റിംഗ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണം കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് കുറച്ച് സമയമെടുക്കും നിങ്ങൾ തമ്മിൽ യൂണിയനിലാവാൻ, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ ആവാൻ കുറച്ച് സമയമെടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.